എല്ലാവർക്കും നമസ്കാരം. ഇതിനോട് ചേർന്നൊരു വീഡിയോ തയ്യാറാക്കുന്നതിനിടയിൽ വീണ്ടും ചില മെമ്മറി ഫുള്ളായ കാരണം ആണ് വീണ്ടും പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കട്ടായി. അതിനോട് തുടർന്ന് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ട് കാണണം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മളുടെ മാനസികവും കർമ്മപരമായും ശാരീരികപരമായും വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കായിട്ട് ആയതിൽ നിന്നൊരു സമാധാനം നേടുവാനായിക്കൊണ്ട് ഉള്ളൊരു പ്രയോഗമായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. അതിനിടെയാണ് വീഡിയോ പെട്ടെന്ന് നിന്നത്. അപ്പോൾ അതിനോട് തുടർന്നാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയണം: എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും നിലകൊള്ളുന്ന മഹാത്മാവേ, ഞങ്ങളിലും ഏവരിലും നിലകൊള്ളുന്ന സർവ രോഗ ദുരിത ദോഷ ശാപപാപാദികളിൽ നിന്നും, കർമ്മദോഷങ്ങളിൽ നിന്നും, സർവദോഷങ്ങളിൽ നിന്നും, ജന്മദോഷങ്ങളിൽ നിന്നും, ജന്മജന്മാന്തര ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, ഞങ്ങളിലും ഏവരിലും നിലകൊള്ളുന്ന, ഞങ്ങളിലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും നിലനിൽക്കുന്ന സർവാത്മാവേ, ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്നതായിട്ടുള്ള വിഷമങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ദോഷങ്ങളും ശാപങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്നും ഏവരിൽ നിന്നും ലോകത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ഏതിൽ നിന്നും അമ്മേ മഹാത്മാവേ, സർവ ദോഷങ്ങളെയും രോഗങ്ങളെയും ശാപപാപാദികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും അമ്മേ മഹാദേവി ശാന്തിയും സമാധാനവും നൽകണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഇങ്ങനൊരു ആത്മസമർപ്പണം നടത്തിക്കോളും. ഇത് നിത്യേന നിങ്ങൾ ഇതിന് സമയമൊന്നും നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത്, രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ, 1 2 3 തവണയായിട്ട് നിങ്ങളിത് പറഞ്ഞോളൂ. കുറേ സമയം ഇരുന്ന് പറയണമെന്നില്ല. സ്വസ്ഥമായിട്ട് പറയുമ്പോൾ ഒരു സ്വസ്ഥത വേണം. വീട്ടുകാരൊന്നിച്ചിരുന്നോ ഒറ്റയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ല മനഃശാന്തിയും ദേഹസുഖവും കൈവരും. പോകെ പോകെ നിങ്ങളോട് തുടർച്ചയായി ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നാൽ നിങ്ങൾക്കൊരുപാട് ഗുണം നിങ്ങളുടെ ദേഹസംബന്ധമായും മാനസികപരമായും നിങ്ങൾക്ക് കൈവരും. ആയതിലൊരു തർക്കവുമില്ല. ഇത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ അനുസരിക്കാൻ. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരുപാട് ഗുണം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കും, എന്തിനാണിപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും പറയുന്നത്? ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ പറഞ്ഞാൽ പോരെ? അതല്ല കൂടുതൽ പ്രയോജനമെന്ന് ചിലപ്പോൾ നിങ്ങളാരെങ്കിലും ചിന്തിച്ചിരിക്കാം. അതിലൊക്കെ ഉപരി എന്നെപ്പോലെ തന്നെയാണ് ഞാനും, മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും, അവരെപ്പോലെ നമ്മളും, നമ്മളെപ്പോലെ അവരും ഒരേ ശക്തിയും ചൈതന്യമുള്ള സ്രോതസ്സുകളാണെന്നറിയണം.
പല പോരായ്മകൾ മൂലം, അറിവില്ലായ്മകൾ മൂലം നമ്മളെല്ലാവരും ശത്രുക്കളും മിത്രങ്ങളെ ശത്രുക്കളായും ശത്രുക്കളെ മിത്രങ്ങളായും ഒക്കെ കാണുന്നതായിട്ടുള്ള സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിലുണ്ട്. എല്ലാവരും പരസ്പരം മിത്രങ്ങളായി കാണുന്നില്ല. ഒരാൾ ശത്രുവായി കണ്ടാൽ മറ്റേയാൾ മിത്രമായി കാണുന്നു. മറ്റാൾ ശത്രുവായി കാണുമ്പോൾ ഇപ്പുറം ഉള്ള ആൾ മിത്രമായി കാണുന്നു. രണ്ടുപേരും ഒരുപോലെ മിത്രമായി കാണുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അങ്ങനെയൊക്കെയുള്ള വാഗ്വാദങ്ങളിൽ നിന്നും പല ദോഷങ്ങളും നമ്മളിൽ നിലകൊള്ളുന്നുണ്ടാകാം. ഇപ്പം നമ്മൾ ഏവർക്കും വേണ്ടി ഇപ്രകാരം ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മളിലുള്ള കുടികൊള്ളുന്ന മഹാത്മാവ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നും ഉണ്ടാകുന്ന അവരിൽ കുടികൊള്ളുന്ന ശക്തി, നമ്മൾ മറ്റുള്ളവർക്കായി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ കുടികൊള്ളുന്ന ആ മഹാത്മാവും നമ്മളിലുള്ള മഹാത്മാവും ഒന്നായി ചേർന്നുകൊണ്ട് നമുക്കൊരു സ്വസ്ഥത കൈവരുത്തുവാനായിക്കൊണ്ടുള്ള അനുഗ്രഹം നമ്മളിൽ ചൊരിയുമെന്നറിയാം. ഇതൊരു അന്ധവിശ്വാസം പറയുകയല്ല, ഇതൊരു സത്യമാണ്. ഒരു വിശ്വാസമല്ല, ഇതൊരു സത്യമാണ്. ഇപ്രകാരമുള്ള പ്രാർത്ഥന നടത്തിയാൽ എന്തായിരുന്നാലും ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്കിതൊരു ശാന്തിയുള്ള പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്കറിയാനായി കൊണ്ട് സാധിക്കും. ഇത് നിങ്ങളുടെ അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്കത് അനുഭവസ്ഥരായി മാറുവാനായിക്കൊണ്ട് ആ മഹാത്മാവ് നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളെ ദോഷങ്ങളെ അകറ്റിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലുമുള്ള ആ ആത്മചൈതന്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും സമാധാനിപ്പിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, സമാധാനം നൽകട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും കടമ്പകളും ഓരോ മനുഷ്യരിലും കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആയതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്രകാരമുള്ളൊരു പ്രാർത്ഥനയുമായിട്ട് വേറൊരു വീഡിയോ അത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വേറെ തന്നെ ഒരു വീഡിയോ വൈകാതെ വരുന്നതാണ്. ഇത് കാണാത്തവർക്ക് അതിൽ നിന്നും ഈ പ്രാർത്ഥന കണ്ടുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് കണ്ടവർക്കും കാണാത്തവർക്കൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അനുഷ്ഠിക്കാത്തവർക്ക് അത് കണ്ടിട്ടും എങ്ങനെയും നിങ്ങൾക്ക് ഇത് കിട്ടുന്ന തലത്തിൽ തന്നെ നിങ്ങളിത് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ശാന്തി കൈവരും, സമാധാനം കൈവരും. അത്രയ്ക്കും ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ള കാരണം നമ്മളെ ഏവർക്കും വേണ്ടി, എല്ലാ ജീവികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുതന്നെയാണ് ശക്തി, അതുതന്നെയാണ് ഞാൻ, അതുതന്നെ നീയും എന്ന് പറയുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകമായിട്ടും ഒരു ശ്രദ്ധയും കൂടി പുലർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നതിലും മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ധ്വംസിക്കുന്നതും മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശപ്പെട്ട വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പരിഹാസം കൊണ്ടോ മറ്റുള്ളവരെ നമ്മൾ കാണാൻ പാടില്ല എന്നൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. ഇപ്രകാരം ഒരു പ്രാർത്ഥന നടത്തി അപ്രകാരമുള്ള നമ്മൾക്ക് ഗുണത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന നടത്തി അതിനുശേഷം നമ്മൾ ഒരു ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ടും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നിന്നും ദോഷം പറയുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണെന്നുള്ളൊരു സത്യം കൂടി അറിയണം. ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരോട് കോപിക്കുകയോ അല്ലെങ്കിൽ ഇതെന്തോ നമുക്കൊരു ശക്തി കിട്ടി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് തർക്കിക്കാൻ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിഷമം ഉണ്ടാക്കുമെന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ശക്തിയും കഴിവും ഉണ്ടാവില്ല എന്നുള്ളതും കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിൽ സത്യമെന്നൊരു മാർഗം ഉണ്ടായി വരണം. ആ സത്യത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മളാരെയും
ദ്രോഹിക്കാനോ കുറ്റം പറയുവാനോ ജനിച്ചിട്ടുള്ളവരല്ല. നമ്മളെല്ലാവരും ഒരു മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുകയും ഇതിൽ നിന്ന് നമുക്ക് പോകാനാവുന്ന സമയത്ത് ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് പോകുമ്പോൾ അതുവരേക്കും നമ്മുടെ കർത്തവ്യം ശുദ്ധവും സത്യവുമായിരിക്കണം. നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും കർമ്മങ്ങളിലുമെല്ലാം നല്ലതായിട്ടുള്ള വിഷയങ്ങളും നല്ലതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന നമ്മിൽ തന്നെ നിലകൊള്ളുന്ന ആത്മാവിനോടായിക്കൊണ്ട് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോഴും എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും കുടികൊള്ളുന്ന മഹാത്മാവേ, ഞങ്ങൾക്കേവർക്കും നല്ലത് കാണുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി. നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി. നല്ലത് പറയുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി. നല്ലത് ചിന്തിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുലത്തിനും ഗോത്രത്തിനും വംശത്തിനും എല്ലാവർക്കും നല്ലതുണ്ടാവാനായിക്കൊണ്ടുള്ളൊരു അറിവ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണം. ലോകത്തിലെല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും അങ്ങനെ ഒരു സ്വസ്ഥഭാവം, സുഖമുള്ള ഭാവം, ഒരു സുഖമുള്ള സന്ദർഭം ഉണ്ടായിത്തീരട്ടെ. എപ്പോഴും നമ്മളതിനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഗുണമുണ്ടാവൂ, ഫലമുണ്ടാവൂ. നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഫലം കിട്ടുക സാധ്യമല്ല. കാരണം നമ്മൾ അത്രത്തോളം മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ പലതരത്തിലുള്ള പാപങ്ങൾക്കും അധികാരികളാണ്, ദോഷങ്ങൾക്ക് അധികാരികളാണ്, ദുരിതങ്ങൾക്ക് അധികാരികളാണ്. അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്രകാരം ഉള്ള വിഷയങ്ങൾ നമ്മിൽ തങ്ങി നിൽക്കുമ്പോൾ നമ്മിൽ നിലകൊള്ളുന്ന ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോരോ കുറ്റങ്ങളും കുറവുകളും നമ്മിൽ നിന്ന് വന്നിട്ടുള്ളതായിട്ടുള്ള വേണ്ടാത്തതായിട്ടുള്ള വാക്കുകളോ പ്രശ്നങ്ങളോ വഴക്കുകളോ അക്രമങ്ങളോ അനീതികളോ നമ്മെ ഒരുപാട് ദോഷങ്ങൾക്ക് ഉടമയാക്കിയിട്ടുണ്ടാവും. ആ ദോഷം നിലനിൽക്കുന്ന പക്ഷം നമുക്കാർക്കും നമ്മുടെ ആ സാക്ഷിയിൽ നിന്ന് ഒരു കരുണയും കാരുണ്യവും നമ്മളാരും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് കിട്ടുക അസാധ്യമാണ്. ചോദിച്ചാലും ശരി, കിട്ടുക അസാധ്യം തന്നെ, സത്യമാണ്. എങ്കിൽ നമുക്കൊരു വെളിച്ചം കിട്ടണം എങ്കിൽ നമ്മളേവരെയും എല്ലാ മനുഷ്യരിലുമുള്ള ദുരിതങ്ങളും രോഗങ്ങളും ദോഷങ്ങളും മാറുവാനായിക്കൊണ്ടുള്ള പ്രാർത്ഥനയും അപ്രകാരമുള്ള വിചാരങ്ങളും ചിന്തകളും നമ്മളിൽ ഉണരണം എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ സാക്ഷി നമ്മിലേക്ക് നോക്കുന്നത്. ആ ഒരു കാരുണ്യം, കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് പേരോട് മാത്രമേ ആയതിൽ നോക്കുമ്പോൾ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ തങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആയത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ ഒരു പങ്ക് എന്തായാലും നമുക്ക് കിട്ടുവാനായിക്കൊണ്ട് നമ്മൾ അവകാശികളായിത്തീരുന്നു. ആ അവകാശം നമ്മുടെ സാക്ഷി നമുക്ക് നിറവേറ്റിച്ച് തരുന്നു എന്നുള്ളതാണ് സത്യവും വാസ്തവവും. ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റുള്ളതെല്ലാം തെറ്റ് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ശരിയുടെ മാർഗങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് നമ്മളേവരും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആയതിലൂടെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവർത്തനം ഏത് മേഖല ആയിരുന്നാലും നമ്മൾ നിർമ്മാണ തൊഴിലാളികളോ കൂലിപ്പണിക്കാരികളോ അല്ലെങ്കിൽ ഓഫീസ് പരമായിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൈത്തൊഴിലുകളോ ഡ്രൈവർമാരോ അല്ലെങ്കിൽ ഏത് മേഖലയിലായിരുന്നാലും ശരി, ആയതിലൊക്കെ ഒരു വെളിച്ചം കാണുവാനും നമ്മുടെ ഈ പ്രാർത്ഥന ഒരുപാട് നമ്മൾക്ക് ഗുണം ചെയ്യും എന്നും അറിയാം.
പക്ഷേ ഒന്ന് പ്രത്യേകം ഓർക്കണം. വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും ആർക്കെങ്കിലും ഒരു ജീവിക്ക് പോലും ഒരു ദോഷം സംഭവിക്കുന്നൊരു രീതി നമ്മളിൽ നിന്നും വരാൻ പാടില്ല. അത് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് അറിയണം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷത്തിലേക്ക് നമ്മൾ വഴിമാറിയാൽ അത് പിന്നെ ഒരുപാട് അതിൽ നിന്നൊരു മുക്തി വേണമെങ്കിൽ പിന്നെ ഒരുപാട് ത്യാഗം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞും കണ്ടും കേട്ടും നമ്മൾ ഓരോരോ നിമിഷവും മുന്നോട്ട് പോകണം. നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ട, നല്ലത് വന്നു ചേരും. ഞാൻ തന്നെ നിങ്ങളിലും, നിങ്ങളാവുന്നു ഞാനും, നമ്മളായിത്തീരുന്നു. അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. അത് പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളും ഞാൻ തന്നെ, ഞാൻ തന്നെ നിങ്ങളും, നിങ്ങളും എന്ന് ഞാൻ തന്നെ എന്ന് ഞാൻ പറയുന്നു. ഏതായാലും പോയ വീഡിയോകളിൽ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ തടസ്സങ്ങൾ നിർവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിക്കൊണ്ട് നമ്മളെ പ്രാപ്തരാക്കട്ടെ. ഈ വീഡിയോകളെല്ലാം ഏറ്റെടുക്കുന്നവർക്കായിക്കൊണ്ട് അവരിൽ നിലകൊള്ളുന്ന ഏതേത് തരത്തിലുള്ള ദോഷങ്ങളാണോ, അവരിൽ നിലകൊള്ളുന്നത് ഏതേതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളാണോ, മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടുള്ള കർമ്മപരമായിട്ടോ ഉള്ള വൈകല്യങ്ങളാണോ, അതിനെല്ലാം പരിഹരിക്കുവാനായിക്കൊണ്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ശുദ്ധമായ രീതിയിലൂടെ, ഉചിതമായ രീതിയിലൂടെ അതെല്ലാം ആയതിനെല്ലാം ഒരു പരിഹാരം കിട്ടുന്ന രീതിയിലുള്ള നല്ല അറിവുമായി ആ മഹാത്മാവ് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും കുടികൊള്ളുന്ന, എന്നിലും കുടികൊള്ളുന്ന മഹാത്മാവ് നല്ല വാക്കുകളായി നിങ്ങളുടെ മുമ്പിലെത്തുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തയാക്കട്ടെ. ആയതുപോലെ അത് ഏറ്റെടുക്കുവാനായിക്കൊണ്ട് നിങ്ങളെയും എന്നെയും ഒരുപോലെ പ്രാപ്തയാക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുഖപരമായിട്ടുള്ളൊരവസ്ഥ കൈവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രണാമം. നമസ്കാരം.